ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് SLC ചാപ്റ്റർ 2 സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ സിമ്പിളാണ്. നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2-3 തിയറം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. കുറച്ച് ആംഗിൾസ് ഒരു പിക്ചർ തരും, കുറച്ച് ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറയും. ആൻസർ ഷീറ്റിൽ കുറച്ച് എഴുതുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരുപാട് എഴുതാനൊന്നുമില്ല. ആംഗിൾസൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. അപ്പോൾ എന്തൊക്കെയാണ് തിയറം നോക്കാം. ഫസ്റ്റ് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ആണ് അല്ലേ, സർക്കിൾസും അതിൻ്റെ ആംഗിൾസും ആണ്. അപ്പോൾ നമ്മൾ ആദ്യം സർക്കിളിൻ്റെ പാർട്സ് അറിയണം. സർക്കിളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ പേരുകൾ കേട്ടിട്ടുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ, റേഡിയസ്, ഡയമീറ്റർ, സെക്ടർ, കോഡ്, ആർക്ക്, ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ചാപ്റ്റർ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിളിന് സെൻറ്റർ ഉണ്ടാവുമല്ലോ. നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് എന്തായാലും ഒരു സെൻറ്റർ ഉണ്ടാവും. സെൻറ്ററിൽ നിന്നും സർക്കിളോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അതൊക്കെ സെയിം ആയിരിക്കും. സെൻറ്ററിൽ നിന്നും സർക്കിളോട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈനാണ്. അത് ഈ റേഡിയസിൻ്റെ ഡബിൾ ആയിരിക്കും. പിന്നെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ചുറ്റളവ്. ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈന്. സർക്കിളിൻ്റെ ഒരു പോയിന്റിലൂടെ തൊട്ട് പോകുന്ന ലൈനാണ് ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ സെക്ടർ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഒരു പാർട്ട്. സർക്കിളിൻ്റെ ഒരു പാർട്ടാണ് സെക്ടർ എന്ന് പറയുന്നത്. ഇത് സെൻറ്ററാണ്. സെൻറ്ററിൽ നിന്നും സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് സെക്ടർ. പിന്നെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് വരയ്ക്കുകയാണെങ്കിൽ കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് കോഡ്. അപ്പോൾ കോഡിൻ്റെ ഏരിയ ആണ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആർക്ക് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഈ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ, സർക്കിളിൻ്റെ ഒരു പോർഷനാണ് ഈ ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആർക്കാണെങ്കിൽ അതിൻ്റെ ബാക്കി പോർഷൻ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്ക്. നേരെ തിരിച്ചും പറയാം, ഈ വലിയ പോർഷന് ആർക്കാണ്, അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഈ പോർഷനാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഒരു പാർട്ടിന് നമുക്ക് ആർക്ക് എന്നും അതിൻ്റെ ബാക്കി പോർഷനെ നമുക്ക് കോംപ്ലിമെൻ്ററി ആർക്ക് എന്നും വിളിക്കാം. ഈ ആർക്കിനെ നമ്മൾ സെൻറ്ററിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ, സെൻറ്ററിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ആംഗിൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയനെയാണ് നമ്മൾ സെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, സെക്ടറിൻ്റെ ഏരിയ കാണാൻ അവിടുത്തെ ആംഗിളിനെ πr² കൊണ്ട്, സർക്കിളിൻ്റെ ഏരിയ πr² ആണല്ലോ. അപ്പോൾ ഏരിയനെ ഈ ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ആർക്കിൻ്റെ ലെങ്ത്താണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിനെ ആർക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ് 2πr കൊണ്ട് ഈ ആംഗിളിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആർക്കിൻ്റെ ലെങ്ത്തും കിട്ടും. അതുപോലെ ആർക്കിൻ്റെ എന്ന് വെച്ചാൽ സെക്ടറിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് ആംഗിളിനെ πr² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതൊന്നും നമുക്ക് ഈ ചാപ്റ്ററിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടില്ല. നമുക്ക് പഠിക്കാനുള്ളത് 2-3 തിയറാണ്. എന്താണെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് സർക്കിളിൻ്റെ പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത് ഇവിടം വരെയുള്ള 2 പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റുകൾ ജോയിൻ ചെയ്താൽ നമുക്ക് സർക്കിളിൻ്റെ ആർക്ക് കിട്ടും. അപ്പോൾ ഈ ആർക്ക് എന്ന് പറയുന്നത് 1/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾ സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണല്ലോ. സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ ചുറ്റുമുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ 360ൻ്റെ 1/3 ആണ് ആർക്ക് വരുന്നത്. അപ്പോൾ എത്ര വരും, ഈ ഒരു ആംഗിൾ എത്ര വരും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി വരും, 360 ആണ് ഓൾ ആംഗിൾ. ഇതെന്ന് പറയുന്നത് 1/3 ആണല്ലോ. അപ്പോൾ 360ൻ്റെ 1/3 എന്ന് പറയുന്നത് 360/3 120. അപ്പോൾ 120 ഡിഗ്രിയാണ് ഈ ഒരു ആംഗിൾ വരുന്നത്. ഓക്കെ, നമുക്ക് തിയറത്തിലോട്ട് പോവാം. ഒന്നാമത്തെ തിയറം ഈ ആർക്കും ആംഗിളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തിയറം ഉള്ളത്. അപ്പോൾ ഇതൊരു ആർക്കാണ് അല്ലേ, ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത് ഒരു ആർക്കാണ്. ഈ ആർക്കിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കാണ് ഈ വലിയ ആർക്ക്. അപ്പോൾ ഈ ഒരു ആർക്കിൻ്റെ എൻഡ്സ്, 2 എൻഡുകൾ ഉണ്ടാവുമല്ലോ ആർക്കിന്. ആ എൻഡുകളിൽ നിന്നും നമ്മൾ എൻഡുകൾ ജോയിൻ ചെയ്തിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട് കോംപ്ലിമെൻ്ററി ആർക്കിൽ. അത് ഈ ആർക്കിൽ തന്നെ വരാൻ പാടില്ല കേട്ടോ. കോംപ്ലിമെൻ്ററി ഒരാർക്കിൻ്റെ എൻഡുകൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ ജോയിൻ ചെയ്തിട്ട് ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ
അത് ഈ സെൻട്രൽ ആംഗിൾ, സെൻട്രലിലുള്ള ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ഒരു ആംഗിൾ വരിക. ഒരു ആർക്കിൻ്റെ എൻഡുകൾ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുമ്പോൾ അത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ, ഇത് സെൻറ്ററാണ് കേട്ടോ സർക്കിളിൻ്റെ, അത് ഈ സെൻറ്ററിനെ നമുക്ക് ഒന്ന് വിളിക്കുകയാണെങ്കിൽ അത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇത് സി ഡിഗ്രി ആണെങ്കിൽ, സെൻട്രൽ ആംഗിൾ സി ഡിഗ്രി ആണെങ്കിൽ മുകളിൽ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് C/2 ആയിരിക്കും. 100 ആണെങ്കിൽ മുകളിൽ ഈ സർക്കിളിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജോയിൻ ചെയ്ത ഈ ഒരു ആംഗിൾ, ഈ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജോയിൻ ചെയ്ത ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. ഇവിടെ 100 ഡിഗ്രി ആണ് സെൻട്രൽ ആംഗിൾ എങ്കിൽ ഇവിടെ ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു ആർക്കിൽ നിന്ന് തന്നെ നമുക്ക് സർക്കിളിലെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ജോയിൻ ചെയ്യാണ്. ഇതാ ഇവിടെയുള്ള ഈ ഒരു പോയിന്റിൽ ഈ ആർക്കിൻ്റെ എൻഡുകൾ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആർക്കിൻ്റെ എൻഡുകൾ കോംപ്ലിമെൻ്ററി ആർക്കിൽ വേറൊരു പോയിന്റിൽ ജോയിൻ ചെയ്താലും അത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് തന്നെ ആയിരിക്കും. സെൻട്രൽ ആംഗിൾ എത്ര വരുന്നോ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ 100 ആണെങ്കിൽ കോംപ്ലിമെൻ്ററി ആർക്കിലുള്ള ഈ രണ്ട് ആംഗിൾസും 50 ആയിരിക്കും. ഇനി ഇവിടെ 120 വന്നാലോ, സെൻട്രൽ ആംഗിൾ 120 ആണെങ്കിൽ ഈ കോംപ്ലിമെൻ്ററി ആർക്കിൽ സർക്കിളിൻ്റെ പോയിന്റിൽ ജോയിൻ ചെയ്തിട്ട് വന്നിട്ടുള്ള ഈ ആംഗിൾസ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇവിടെയും 60 വരും, ഇവിടെയും 60 വരും. അതേപോലെ എത്ര ഈ ഒരു ആർക്കിൽ നിന്നും നമ്മൾ എത്ര വേറെ ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ആംഗിൾ ഇതേപോലെ വരച്ച് കഴിഞ്ഞാലും അതൊക്കെ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫേ വരുള്ളൂ. സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ ആർക്കിൻ്റെ എൻഡുകൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി ആർക്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജോയിൻ ചെയ്താൽ മതി ഇതിൻ്റെ എൻഡുകൾ, അപ്പോൾ ഒക്കെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ തിയറം പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ 80 ആണെന്ന് കരുതാം. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ആംഗിൾ സർക്കിളിൻ്റെ മുകളിൽ എൻഡുകൾ തമ്മിൽ, ആർക്കിൻ്റെ എൻഡുകളാണ് ഇത് രണ്ടും, അത് ഈ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഒരു പോയിൻറ്റിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അവിടെ 80 വരുമ്പോൾ ഇവിടെ 40 വരും. നമുക്ക് നേരെ തിരിച്ചും പറയാം. നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ആർക്കിലുള്ള ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, 30 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും, 60 ആയിരിക്കും. അങ്ങനെയും പറയാം. ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് എല്ലാ ക്വസ്റ്റ്യനും വരിക. ഓക്കെ, ഇനിയിപ്പം ഇവിടെ ആർക്കുകൾ ഇത് രണ്ടും പോയിന്റുകൾ തന്നിട്ടുണ്ട്, ഈ രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഇതാണ് ആർക്ക് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ആർക്കിൻ്റെ രണ്ട് എൻഡുകൾ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെയാണ് നമുക്ക് ഫിഗർ കിട്ടിയിട്ടുള്ളത്. നേരത്തെ പോലെയല്ല, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വന്നിട്ടുള്ളത്. എന്നാലും ഇതിൻ്റെ എൻഡുകൾ കോംപ്ലിമെൻ്ററി ആർക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ആംഗിൾ ആണല്ലോ. അപ്പോൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അവിടെ C ആണെങ്കിൽ ഇവിടെ എന്ത് വരും, C/2 വരും. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പിക്ചറാണ്. അതേപോലെ തന്നെ ഇവിടെയും, ഇവിടെ ഈ ആർക്കിൻ്റെ രണ്ട് പോയിന്റുകൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് C ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ എൻഡുകൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എത്രയായിരിക്കും വരിക, അതിൻ്റെ എൻഡുകൾ കോംപ്ലിമെൻ്ററി ആർക്കിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തായാലും C/2 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെന്ന് കരുതാം. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് 45 ഡിഗ്രി ആയിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് പിക്ചറും കൂടെ കാണിച്ചെന്നുള്ളൂ, തിയറം സെയിം ആണ്. ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ളത് ഒരു വലിയ ആംഗിൾ ആണെന്ന് കരുതാം, വലിയ ആർക്കാണ്. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് വലിയ ആംഗിളാണ് വരിക. 180നേക്കാൾ കൂടുതലാണ്. 180 എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ വരിക, അപ്പോൾ അതിനേക്കാൾ കൂടുതലാണ് വന്നിട്ടുള്ളത്. റിഫ്ലക്റ്റ് ആംഗിൾ എന്നൊക്കെ പറയൂലേ. അപ്പോൾ ഈ ഒരു ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആർക്ക്. അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ആർക്കിൻ്റെ പോയിൻറ്റ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, കോംപ്ലിമെൻ്ററി ആർക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഇതാണ് വരിക. അപ്പോൾ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ ജോയിൻ ചെയ്താൽ. അങ്ങനെ നേരെ തിരിച്ചും പറയാം കേട്ടോ, ഇങ്ങനെ പിക്ചർ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ,
ഇനി നമുക്ക് ഇത് ആർക്കായിട്ട് എടുക്കാം. ഇത് ആർക്കായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ എൻഡുകൾ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആർക്കിൽ ആംഗിൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ വരും. അപ്പോൾ ഇത് ആർക്കായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് വരിക. 360യിൽ നിന്നും ടോട്ടൽ പോയിൻറ്റിന് ചുറ്റും 360 ആണല്ലോ. അപ്പോൾ 360യിൽ നിന്നും ഈ C° കുറച്ചതാണ് ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ആർക്കിൻ്റെ എൻഡുകൾ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ, ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഇവിടെയാണ് വരിക. അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ 360 ആണ് ടോട്ടൽ ആംഗിൾ വരിക. 360യിൽ നിന്നും C° എത്രയാണോ അത് കുറച്ചതാണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ആംഗിൾ വരിക. അതിൻ്റെയും പകുതിയാണ് ഇവിടെ മുകളിൽ കാണിച്ചിട്ടുള്ള ആർക്ക് വരിക. കാരണം എന്താണ്, ഈ ഒരു ആർക്കിൻ്റെ എൻഡുകൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിളാണിത്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇവിടെ 360 മൈനസ് C° എങ്ങനെയാണ് വന്നത്? ഇത് C° ആണ്. ഇത് ടോട്ടലി ഈ പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾസിൻ്റെ സമ്മ എപ്പോഴും 360 അല്ലേ വരുള്ളൂ. അപ്പോൾ ടോട്ടൽ 360 ആണ്. അതിൽ ഇത് C° ആണെങ്കിൽ 360യിൽ നിന്നും ഈ C° എത്രയാണോ അത് കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ആംഗിൾ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ സർക്കിൾ ഈസ് ദി ആർക്ക് മാർക്ക്ഡ് ഇൻ ദി പിക്ചർ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ആർക്ക് ഇതെത്ര പാർട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രാക്ഷൻ ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫ്രാക്ഷൻ നമുക്ക് എത്ര പാർട്ടാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? അതിൻ്റെ സെൻട്രൽ ആംഗിൾ അറിയണം അല്ലേ. ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സെൻട്രൽ ആംഗിൾ എത്രയുണ്ടെന്ന് പറഞ്ഞാലേ ഉള്ളൂ. 360യിൽ സെൻട്രൽ ആംഗിൾ എത്രയുണ്ടെന്ന് പറഞ്ഞാലേ ഉള്ളൂ ഈ സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഈ ആർക്കിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ 360 ആണല്ലോ. സെൻട്രലിൽ വരുന്ന ആംഗിൾസിൻ്റെ സമ്മ് ടോട്ടൽ 360 ആണ്. 360യിൽ ഇത് എത്ര വരും? ഇതിൻ്റെ എൻഡുകൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ തന്നിട്ടുണ്ടല്ലോ 40. അത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് അല്ലേ. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് 40 ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര വരും? അതിൻ്റെ ഡബിൾ വരൂലേ. ഇതിൻ്റെ ഹാഫാണ് 40 വന്നിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര വരും? 40ൻ്റെ ഡബിൾ എത്ര വരും? 80 അല്ലേ. ഈ ആംഗിൾ 80 ആണ്. 360യിൽ 80 ആണ് അതിൻ്റെ സെൻട്രൽ ആംഗിൾ വരുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 360യിൽ 80 എന്ന് പറയുമ്പോൾ 80/360 എന്ന് എഴുതാം. അതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷൻ കിട്ടും. 0 ക്യാൻസൽ ചെയ്തു. 8/36 എന്ന് പറയുമ്പം നമുക്ക് എത്ര 4 ഉണ്ട് നോക്കാം. 8ൽ എത്ര 4 ഉണ്ട്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ 2നെ. 8ൽ 2 4 ഉണ്ട്. 36ൽ 9 4 ഉണ്ട്. അപ്പോൾ 2/9 ആണ് ഇതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ആർക്കിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/9 ആണ്. ഹോൾ സർക്കിളിൻ്റെ 2/9 പാർട്ടാണ് ഈ ഒരു ആർക്ക് ലെങ്ത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പെയർ ഓഫ് ആംഗിൾസ് ഓൺ എ ആർക്ക് ആൻഡ് ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി. ഒരു ആർക്ക് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്ക് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്ക് എന്നൊക്കെ പറയും. ഒരു ആർക്കും അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആർക്ക്, ആൾട്ടർനേറ്റ് ആർക്ക്, കോംപ്ലിമെൻ്ററി ആർക്ക് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഈ ഒരു ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിളാണ് ഇത്. ആർക്കിൻ്റെ മുകളിൽ തന്നെ ഉള്ള ആംഗിളാണ് ഇത്. അതേപോലെ ഈ ഒരു ആർക്കിൻ്റെ എൻഡുകൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിളാണ് ഇത്. ഓക്കെ, അപ്പോൾ അത് എന്ന് പറയുന്നത് അതിൻ്റെ സം എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിൾസ് ആർക്കിലും അതേപോലെ അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിലും ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ രണ്ട് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 180 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് സപ്ലിമെൻ്ററി എന്ന് വിളിക്കുന്നത്. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ആർക്കിലും അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിലും ആംഗിൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നുണ്ടല്ലോ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ 4 സൈഡുള്ള പോളിഗൺ, അതിൻ്റെ എൻഡുകളൊക്കെ സർക്കിളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാം. അപ്പോൾ സൈക്ലിക് നമുക്ക് എന്ത് പറയാം? ഈ ഒരു കാര്യം തന്നെ വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ
സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും, അല്ലെങ്കിൽ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ സി എന്ന് പറയുന്നത് 120 വരുള്ളൂ. അത് ഡബിൾ ആയതുകൊണ്ടല്ല, രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. വേറൊരു എക്സാമ്പിൾ പറയാം. ഇത് 40 ഡിഗ്രി ആണെന്ന് കരുതാം. ഇത് ആംഗിൾ എ 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്നത് എത്ര വരും? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആയിരിക്കും. എന്ന് വെച്ചാൽ സമ്മ് 180 കിട്ടുള്ളൂ. ഇവിടെ 40 ആണെങ്കിൽ സമ്മ് 180 വരണമെങ്കിൽ ഇവിടെ എത്ര വരണം? 180 മൈനസ് 40 140. ഇപ്പോൾ ആംഗിൾ സിയും ആംഗിൾ എയും കൂട്ടുമ്പോൾ 180 കിട്ടുന്നുണ്ടല്ലോ. അതേപോലെ നമുക്ക് സൈഡിലുള്ള ആംഗിൾസ് ഒന്ന് നോക്കാം കേട്ടോ. ഇതും ഓപ്പോസിറ്റ് ആംഗിളാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതിൻ്റെ സമ്മ് 180 വരുള്ളൂ. അതിലേതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടെന്ന് കരുതാം. ഇത് 30 എന്ന് തന്നിട്ടുണ്ടെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്ര വരും? 150 വരണം. കാരണം സമ്മ് 180 വരണം. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ സമ്മ് 180 ആയിരിക്കണം. ഇവിടെ ഈ ഒരു ആർക്ക് പരിഗണിക്കുകയാണെങ്കിൽ എ സി എന്ന് പറയുന്ന ആർക്ക്, അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്ക്, അപ്പോൾ ആൾട്ടർനേറ്റ് ആർക്കിലും ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കും, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടെക്സും 4 കോർണറും സർക്കിളിൽ തന്നെ വരികയാണെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ ആംഗിൾ, ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇവ 2 പോയിന്റ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇപ്പോൾ സൈക്കിൾ ക്വാഡ്രിലാറ്ററലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത തിയറം നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഇവിടെ 100 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ വരുന്നത്. 100 ആണെങ്കിൽ ഇവിടെ 50 വരുമല്ലോ, അതിൻ്റെ ഹാഫ് വരും. പിന്നെ നമുക്ക് താഴത്തെ ആംഗിൾ കണ്ടുപിടിക്കാണ്ട്, അത് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ, ഇതൊരു സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ അല്ലേ, അല്ലെങ്കിൽ ഇത് ആൾട്ടർനേറ്റ് ആർക്കിലും ഉണ്ടായിട്ടുള്ള ആംഗിൾസ് ആണ് ഇതും മുകളിലും താഴെയും വരുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ആയിരിക്കുമല്ലോ. ഇത് സപ്ലിമെൻ്ററി ആംഗിൾസ് അല്ലേ. ഇവിടെ 50 വന്നു കഴിഞ്ഞാൽ താഴത്ത് എത്ര വരും? സമ്മ് 180 വരണമെങ്കിൽ 180 മൈനസ് 50 130 ഡിഗ്രി അല്ലേ താഴെ വരിക. അങ്ങനെ 2 ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് സെൻട്രൽ ആംഗിൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾ ഇതാണ്. അപ്പം ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് 240ൻ്റെ എത്രയായിരിക്കും? 240ൻ്റെ ഹാഫ് ആയിരിക്കും. എന്ന് വെച്ചാൽ 120 വരും. ഇവിടെ 120 വന്നു കഴിഞ്ഞാൽ മുകളിൽ എത്ര വരും? ആൾട്ടർനേറ്റ് ആർക്കിലും ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾസിൻ്റെ സമ്മ് 180 നമുക്കറിയില്ലേ. അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി അല്ലേ, 180 അല്ലേ വരുള്ളൂ. ഇവിടെ 120 വന്നാൽ അവിടെ സമ്മ് 180 വരണമെങ്കിൽ 60 വരും. ഈ രീതിയിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു പോയിന്റിന് ചുറ്റുമുള്ള സർക്കിൾ ആംഗിൾസിൻ്റെ സമ്മ് 360 ആണ്. അപ്പോൾ ഇവിടെ 240 വന്നാൽ 360 ആവണമെങ്കിൽ ബാക്കി എത്രയുണ്ട്? 360 മൈനസ് 240 120 വരുമല്ലോ. അപ്പോൾ നമുക്കിവിടെ സെൻട്രൽ ആംഗിൾ 120 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻഡുകൾ ജോയിൻ ചെയ്തിട്ട് ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈ 120ൻ്റെ ഹാഫ് ആയിരിക്കും, 60 ആയിരിക്കും. ഇവിടെ 60 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ അതാണ് താഴെ വരുന്നത്. 60ൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സമ്മ് 180 കിട്ടണമെങ്കിൽ മുകളിൽ 60 ആണെങ്കിൽ താഴത്ത് എത്ര വരണം? 120 വരണ്ടേ. ഇങ്ങനെ കണ്ടുപിടിച്ചാലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആവും. ആ 2 തിയറങ്ങൾ വെച്ചിട്ടാണ് എല്ലാ ക്വസ്റ്റ്യനും. പിന്നെ നമുക്ക് പറയാനുള്ളത് ഡയാമീറ്റർ എന്ന് വരയ്ക്കുന്ന ആംഗിൾ എങ്ങനെയുണ്ടാവും എന്ന് വെച്ചാൽ, ഡയമീറ്റർ വരയ്ക്കുമ്പോൾ നമുക്ക് സെമി സർക്കിൾ വരട്ടു അല്ലേ. ഡയമീറ്റർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സെമി സർക്കിളാണ്. അപ്പോൾ സെമി സർക്കിളിൽ നിന്നും നമ്മൾ
ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ, ആൾട്ടർനേറ്റ് ആർക്കിൽ ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ അവിടെ എത്ര വരും? സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? ഡയമീറ്റർ വരയ്ക്കുമ്പോൾ അവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ അതിൻ്റെ ആർക്കിൻ്റെ എൻഡുകൾ തമ്മിൽ ആൾട്ടർനേറ്റ് ആർക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ 180ൻ്റെ ഹാഫ് അല്ലേ വരിക? 180ൻ്റെ ഹാഫ് 90 അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ എത്ര ഈ ഡയമീറ്ററിൽ നിന്നും നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ, സർക്കിളിൻ്റെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യിക്കുകയാണെങ്കിലും അവിടെ 90 തന്നെ വരുള്ളൂ. അതേപോലെ താഴത്തും സെമി സർക്കിൾ തന്നെയല്ലേ? ഈ ആർക്കിൻ്റെ അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ എൻഡുകൾ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്താൽ അവിടെ 90 ഡിഗ്രി വരുള്ളൂ. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഇപ്പോൾ സർക്കിളിൻ്റെ പോയിന്റിലല്ലാതെ ആർക്കിൻ്റെ എൻഡുകൾ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, സർക്കിളിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് പറയാം ഡയമീറ്ററിൻ്റെ എൻഡുകൾ സർക്കിളിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലാണെങ്കിൽ അതൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. ഈ സർക്കിളിൻ്റെ പോയിന്റിൻ്റെ മുകളിലൊന്നല്ല ആംഗിൾ ഉണ്ടാക്കുന്നത്. സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് 90നേക്കാൾ കൂടുതലായിരിക്കും, 90നേക്കാൾ വലുതായിരിക്കും, ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. 100ഓ 110ഓ 120ഓ അങ്ങനെ 90നേക്കാൾ വലിയൊരു ആംഗിളേ ഇവിടെ വരുള്ളൂ സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ ജോയിൻ ചെയ്യുന്നത്. ഇനി ഈ ഡയമീറ്ററിൻ്റെ എൻഡുകൾ സർക്കിളിൻ്റെ പുറത്താണ് ജോയിൻ ചെയ്യുന്നതെങ്കിലോ, പുറത്ത് ജോയിൻ ചെയ്തിട്ട് ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? 90നേക്കാൾ കുറവായിരിക്കും. 80ഓ 70ഓ 60ഓ അങ്ങനെ 90നേക്കാൾ കുറവുള്ള ആംഗിളെ സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ കിട്ടുള്ളൂ. ലെസ് ദാൻ 90 ആയിരിക്കും. ഓക്കെ, ഇതും കൂടെ ജസ്റ്റ് ഓർത്ത് വെക്കുക. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ, ആർക്കിൻ്റെ എൻഡുകൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അതേപോലെ സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഡയമീറ്റർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സെമി സർക്കിൾ കിട്ടും. സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, സെമി സർക്കിൾ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരുള്ളൂ. പിന്നെ പറഞ്ഞത് ആർക്കിൻ്റെ എൻഡുകൾ അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ, ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ ഉണ്ടല്ലോ, ഇതിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. നേരെ തിരിച്ചും പറയാം, ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും അതിൻ്റെ സെൻട്രൽ ആംഗിൾ വരിക. അങ്ങനെയും പറയാം, ആൾട്ടർനേറ്റ് ആർക്കിൽ എത്രയാണോ ആംഗിൾ ഉള്ളത് അതിൻ്റെ ഡബിൾ ആയിരിക്കും അതിൻ്റെ സെൻട്രൽ ആംഗിളിൽ വരിക. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 80 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് ആർക്കാണ്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ 80 ആണെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ പി. കണ്ടുപിടിക്കാമല്ലോ. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും, 80ൻ്റെ ഹാഫ് ആയിരിക്കും. പിന്നെ ഇവിടെ സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ സിമ്പിളാണല്ലോ. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്ന് നമുക്കറിയാമല്ലോ. സൈക്കിൾ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. എന്ന് വെച്ചാൽ സമ്മ് 180 ആയിരിക്കും. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ നമുക്ക് 180 വരുള്ളൂ. ആംഗിൾ ബി 120 ആണെങ്കിൽ ആംഗിൾ ഡി എത്ര വേണം? 180 ആവണമെങ്കിൽ, സമ്മ് 180 ആവണമെങ്കിൽ 60 വരണ്ടേ. അതുപോലെ തന്നെ ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലോ, സപ്ലിമെൻ്ററി ആയിരിക്കുമല്ലോ. ഇവിടെ 80 ആണെങ്കിൽ ആംഗിൾ സി എത്ര വരും? സമ്മ് 180 വരണമെങ്കിൽ 80 വന്നാൽ ഇവിടെ 100 വരണം, എന്നാലേ സമ്മ് 180 വരുള്ളൂ. അപ്പോൾ ഇവിടെ ആംഗിൾ സി 100 ഡിഗ്രി വരും. ആംഗിൾ ബി 120 ആയതുകൊണ്ട് 180യിൽ നിന്ന് 120 കുറച്ചാൽ 60 ഡിഗ്രി. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. മുകളിലുള്ള കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കിൽ തന്നിട്ടുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡബിൾ ആയിരിക്കുമല്ലോ സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ അതേപോലെ കണ്ടുപിടിക്കാം. ആംഗിൾ ക്യൂവും കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താണ്? സൈക്കിൾ ക്വാഡ്രിലാറ്ററലാണ്. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കും. ഇവിടെ 50 വന്നാൽ ഇവിടെ എന്ത് വരും? 180യിൽ നിന്നും ആ 50 കുറച്ചാൽ മതി. സമ്മ് 180 കിട്ടണമെങ്കിൽ 180യിൽ നിന്നും 150 കുറച്ചിട്ട് ഇവിടെ എത്ര കിട്ടും? 180 - 50 130 ഡിഗ്രി ആംഗിൾ ക്യൂ വരും. ഓക്കെ, ഇതേപോലെ ക്വസ്റ്റ്യന് ഏത് പിക്ചർ തന്നാലും ഇതേപോലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് മിസ് ജസ്റ്റ് കാണിച്ചു തരാം. ഇൻ ദ ഫിഗർ ഒ ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഒ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്റർ ആംഗിളാണ് സെൻട്രൽ ആംഗിൾ ഒ എന്ന് പറയുന്നത്. പി ക്യു ആർ പോയിൻറ്റ്സ് ഓൺ ദി സർക്കിളിലെ പോയിൻറ്റ്സ് ആണ് പി ക്യു ആർ, 3 പോയിൻറ്റുകൾ. ആംഗിൾ ഒ ക്യു പി.
ഒ ക്യു പി. ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും ഒ ക്യു പി? നമുക്കറിയാം ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ, ഒ ക്യു പി. അവിടെ തന്നിട്ടുണ്ട്. ഒ ക്യു പി 25 ആണ് തന്നിട്ടുണ്ട്. പി ഒ ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഒ ക്യു സെൻട്രൽ ആംഗിളാണല്ലോ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. പി ഒ ക്യു എന്ന് പറയുമ്പോൾ സെൻട്രൽ ആംഗിളാണ്. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കിവിടെ തന്നത് എന്താ? ഇവിടെ മുകളിൽ ആംഗിൾ തന്നിട്ടില്ല. ഇവിടെ ഒരു 25 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം സെൻറ്റർ ഒ ആണെങ്കിൽ ക്യു സർക്കിളിലെ പോയിന്റ് ആണ്, പിയും സർക്കിളിലെ പോയിന്റ് ആണ്. സെൻറ്ററിൽ നിന്നും സർക്കിളിലെ ഏതൊരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കുമല്ലോ. റേഡിയസ് അല്ലേ. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ പോയിന്റിലോട്ട് ഉള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നത്. റേഡിയസ് ഒക്കെ ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ 8ൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഈക്വൽ സൈഡ് ഒ പി ഒ ക്യു എന്ന് പറയുന്ന ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ് ഇത് രണ്ടും അല്ലേ. ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് ഈ ആംഗിളും വരും. ഈ ഒരു സൈഡ് ഒ ക്യു എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ആംഗിളും വരും. അപ്പോൾ അത് ഈക്വൽ ആണ്. അതിലൊന്ന് 25 ആണെങ്കിൽ മറ്റേതും 25 വരും. അപ്പോൾ ഒരു ട്രയാങ്കിളുടെ രണ്ട് ആംഗിൾ കിട്ടി, 25ഉം 25ഉം 50. ഈ മൂന്നാമത്തെ ആംഗിൾ എത്ര വരും? ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് 3 ആംഗിളും കൂട്ടിയാൽ എപ്പോഴും 180 വരുള്ളൂ. ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെ സമ്മ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ട്രയാങ്കിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൽ രണ്ട് ആംഗിൾ 25ഉം 25 ആണ്. അപ്പോൾ 50 വന്നില്ലേ രണ്ട് ആംഗിളുടെ സമ്മ്. ബാക്കി മൂന്നാമത്തെ ആംഗിൾ എത്ര വരും? 180 എന്നാൽ 50 കുറയ്ക്കുക 130. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ അല്ലേ ഈ സെൻട്രൽ ആംഗിൾ പി ഒ ക്യു എന്ന് പറയുന്നത്. മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ ആംഗിൾ അല്ലേ, 130 ഡിഗ്രി ആയിരിക്കില്ലേ. ഇനി പി ആർ ക്യു നോക്കാം. പി ആർ ക്യു എന്ന് പറയുമ്പം ഈ പി ക്യു എന്ന് പറയുന്ന ഈ ഒരു ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ ആണല്ലോ സെൻട്രൽ ആംഗിൾ 130 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ഹാഫ് അല്ലേ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കൂലേ. 130ൻ്റെ ഹാഫ് എത്രയാ? 65. ഈ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സെമി സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരുന്നു? റൈറ്റ് ആംഗിൾ അല്ലേ. സെമി സർക്കിളാണ്, എ ബി ഡയമീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 90 ആയിരിക്കുമല്ലോ. റൈറ്റ് ആംഗിളിലേ വരുള്ളൂ. അപ്പോൾ എ സി ബി 90 മാച്ച് ചെയ്യാനാണുള്ളത്. എ ഡി ബി ആണ് അടുത്തത്. എ ഡി ബി എന്ന് പറയുമ്പം ഇതാണ് ആംഗിൾ വരുന്നത്. ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് അല്ലേ, സർക്കിളിൻ്റെ പോയിൻറ്റിൻ്റെ മുകളിലല്ല, സർക്കിളിൻ്റെ ഉള്ളിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിൻ്റെ പോയിൻറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ, സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും, 90നേക്കാൾ വലുതായിരിക്കും. ഇവിടെ 90നേക്കാൾ വലിയ ഏത് ആംഗിളാണുള്ളത്? 90നേക്കാൾ കൂടുതലുള്ളത് 140 ഉണ്ടല്ലോ. 140 ഉണ്ട്, 180 ഉണ്ട്. 180 വരില്ലല്ലോ. 180 എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ അല്ലേ. സ്ട്രെയിറ്റ് ആംഗിളാണ് 180 എന്ന് പറയുന്നത്. ഇത് സ്ട്രെയിറ്റ് അല്ല, സ്ട്രെയിറ്റ് ആംഗിളാണ് 180 വരിക. ഇത് അപ്പോൾ 180 അല്ല. പിന്നെ 90നേക്കാൾ വലുത് വരുന്നത് 140 ആണ്. ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് 140 ഡിഗ്രി ആയിരിക്കുമല്ലോ. സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ 90നേക്കാൾ വലുതായിരിക്കും. ഇനി എൻഡുകൾ, ആർക്കിൻ്റെ എൻഡുകൾ അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ എൻഡുകൾ സർക്കിളിൻ്റെ പുറത്താണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം 90നേക്കാൾ കുറവായിരിക്കും നമ്മൾ പറഞ്ഞില്ലേ. ഇവിടെ 90നേക്കാൾ കുറവ് ആംഗിൾ എ ഇ ബി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ പുറത്താണ്. അപ്പം 90നേക്കാൾ കുറവായിരിക്കും. ഇവിടെ 90നേക്കാൾ കുറവ് വരുന്നത് 70 അല്ലേ. ഈ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒ സർക്കിളിൻ്റെ സെൻറ്ററാന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എ ഒ സി 140, സെൻട്രൽ ആംഗിൾ 140 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ എ ബി സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 140ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 70. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ എ ഡി സി. എ ഡി സി എന്ന് പറയുമ്പോൾ എത്ര വരും? എ ഡി സി സൈക്ലിക് കോർഡിലാറ്ററലാണ് എ ബി സി ഡി എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ആർക്കിലുണ്ടാക്കിയിട്ടുള്ള ആംഗിളും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കിയിട്ടുള്ള ആംഗിളും സപ്ലിമെൻ്ററി ആയിരിക്കും. എന്ന് വെച്ചാൽ സമ്മ് 180 ആയിരിക്കും. അങ്ങനെ വരുന്ന കേസിൽ മുകളിൽ 70 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഡി എന്ന് പറയുന്നത് 180ൽ നിന്നും 70 കുറയ്ക്കുക. സമ്മ് 180 വരണമെങ്കിൽ ഇവിടെ 110 ഡിഗ്രി വരണ്ടേ.
ആംഗിൾ ഡിയും കിട്ടി, ആംഗിൾ എ ഡി സിയും കിട്ടി, എ ഡി സി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഒ എ ബിയും ഒ സി ബി എത്രയാണെന്നാണ്. ഒ എ ബി പ്ലസ് ഒ സി ബി എത്രയാണെന്നാണ്. ഈ ചെറിയ രണ്ട് ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ളതാണ്. അവിടെ നമ്മളത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഒരു ലൈന് വരച്ചിട്ട് ഒ ബി നമുക്ക് ജോയിൻ ചെയ്യിക്കാം. ഒ ബി ജോയിൻ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഒ ബി, ഒ എ, ഒ സി എന്നൊക്കെ പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ആ സൈഡ്സൊക്കെ ഈക്വൽ ആയിരിക്കും. സൈഡ്സൊക്കെ ഈക്വൽ ആണെങ്കിൽ, ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ വരും. ഇവിടെ 70 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആക്കുമ്പോൾ 35ഉം വരൂലേ. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആകുമ്പോൾ ഇതും 35 വരും, ഇതും 35 വരും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും വരും. 70 ആണെങ്കിൽ ഹാഫ് ആകുമ്പോൾ 35 വരും. ഇനി ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. കാരണം എന്താണ്, ഈ സൈഡും അതിൻ്റെ റേഡിയസ് ആണ്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ, ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യുമ്പം ഒ ബി ഈക്വൽ ടു ഒ സി ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണ്. സർക്കിളിൻ്റെ റേഡിയസ് ആണ്, സെൻറ്ററിൽ നിന്നും സർക്കിളിലോട്ടുള്ള ഡിസ്റ്റൻസ്. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിളും ഈക്വൽ ആവും. അപ്പോൾ ഇവിടെ 70ൻ്റെ ഹാഫ് വരും 35. അപ്പോൾ ഇവിടെയും 35 വരും. അപ്പോൾ ഇവിടെയും ആംഗിൾ എയും ആംഗിൾ സിയും എന്ന് വെച്ചാൽ ആംഗിൾ ബി എ അല്ലെങ്കിൽ ഒ എ ബിയും ഒ സി ബിയും നമുക്ക് 35 ആണ് കിട്ടി. 35 + 35 70 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഈ 70 ഡിഗ്രി ഇവിടെയുള്ള ആംഗിൾ തന്നെയാണ് ഇതിൻ്റെ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സമ്മ വരുന്നത്. ഒ എ ബി പ്ലസ് ഒ സി ബി ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് എഴുതിയാൽ ഫുൾ മാർക്കായി. ഇത് ഒരു 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 70 ഡിഗ്രി ആണ് ഒ എ സിയും ഒ എ ബിയും ഒ സി ബിയും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുക. എന്ന് വെച്ചാൽ ഈ ഒരു ആംഗിളും കൂട്ടിയാൽ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. ഇവിടെ 70 ആയിരുന്നു, സെൻട്രൽ ആംഗിൾ 140 ആയതുകൊണ്ട് ഇവിടെ 70 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാലും നമുക്ക് ഈ 70 ഡിഗ്രി തന്നെയാണ് കിട്ടുക. ഓക്കെ, അതേപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇതും ഓരോന്നായിട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. എ സി ബി ഈ ആംഗിൾ തന്നെയായിരിക്കുമല്ലോ. എ ബി എന്ന് പറയുന്ന ആർക്ക്, അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിളാണ് ഇത് രണ്ടും. അപ്പോൾ ഇവിടെ 58 ആണെങ്കിൽ ഇവിടെ 58 വരും. സി ബി ഡി ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ സി ബി ഡി എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിടാം. ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പം ആ ആർക്ക് നോക്കുക. സി ഡി എന്ന് പറയുന്ന ആർക്ക്, അതിൽ നിന്ന് വേറൊരു ആംഗിൾ വന്നിട്ടുണ്ടല്ലോ 40. ആ 40 എന്നല്ലേ ഇവിടെ വരിക. പിന്നെ ബി സി ഡി, പിക്ചർ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നല്ല മാർക്ക്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും ബി സി ഡി എന്ന് പറയുമ്പോൾ ഏതാണ് ആംഗിൾ വരുന്നത്, ബി സി ഡി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 58 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. ഈ ഒരു ചെറിയ ആംഗിൾ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ ബി സി ഡി എത്രയാണെന്ന് കിട്ടുള്ളൂ. ഈ ചെറിയ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്താണ് ക്ലൂ തന്നിട്ടുള്ളത്, ഈ ചെറിയ ആംഗിൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓരോരോ ആംഗിൾ നമുക്ക് അറിയുന്ന ആംഗിളൊക്കെ കണ്ടുപിടിച്ച് വന്നാൽ മതി. ഇവിടെ 40 തന്നിട്ടുണ്ട്. ഇപ്പോൾ 40യും 58ഉം തന്നാൽ ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 40യും 58ഉം വന്നാൽ ട്രയാങ്കിളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ട്രയാങ്കിൾ എ പി ഡി, ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ 180 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ തന്നെ 98 ആയി. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എത്ര വരും, 180 വരണമെങ്കിൽ 102 ഡിഗ്രി വരും അല്ലേ. സോറി 82, 180 അല്ലേ വരേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ 98 ആയി. അപ്പോൾ ഇവിടെ 82 വരും. ഇവിടെ 82 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയും 82 വരും. ഇവിടെ 82 വന്നു. ഇവിടുത്തെ ആംഗിളും കിട്ടി, ഇവിടെയുള്ള ആംഗിളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ ഈ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ആംഗിൾ അറിയാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് 180 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഈ ആംഗിൾ കിട്ടും.
അതേപോലെ ഈ ഒരു ആംഗിളും കിട്ടുമല്ലോ. ഈ ആംഗിളും സൈക്കിൾ ക്വാഡ്രിലാറ്ററലാണ് ABCD. ഈ ടോട്ടൽ ABCയും CDAയും കൂട്ടിയാൽ 180 വരണ്ടേ. ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ, ആംഗിൾ Dയും ആംഗിൾ Bയും. അപ്പോൾ ഇവിടെ ടോട്ടൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് 40യും 65 രണ്ടും കൂടെ കൂട്ടിയാൽ 105 വരും. അപ്പോൾ ഇവിടെ എത്ര വരണം? രണ്ടും കൂടെ കൂട്ടിയാൽ 180 മൈനസ് 105 കുറച്ചാൽ 75. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 75 ആണ്. ഇത് 58 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 75ൽ നിന്നും ഈ 58 കുറച്ചാൽ മതി. അപ്പോൾ ഈ ചെറിയ ആംഗിൾ കിട്ടും. ഓക്കെ, അങ്ങനെ ഈ ചെറിയ ആംഗിൾ നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് ഈ ചെറിയ ആംഗിളും കണ്ടുപിടിച്ചാൽ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ കിട്ടും. ചെറിയ ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾ കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് അതേപോലെ കണ്ടുപിടിക്കാം. അപ്പോൾ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ പിക്ചർ ഇതേപോലെ തന്നെ ഒന്ന് വരച്ച് നോക്കുക. എന്നിട്ട് എല്ലാ ആംഗിളും ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം, നമ്മൾ പഠിച്ചിട്ടുള്ള റൂളൊക്കെ വെച്ചിട്ട്. അപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിക്ചറും വരയ്ക്കണം, എന്നിട്ട് മാർക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ 5 ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്ത് നോക്കിയാലേ ഉള്ളൂ ആൻസർ കിട്ടുള്ളൂ. 5 മാർക്കല്ലേ. പക്ഷേ സിമ്പിളാണ്. നമ്മൾ പഠിച്ച ഈ 2-3 തിയറങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്. ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ 3 തിയറും സെറ്റാണ്, ഈ ചാപ്റ്റർ സെറ്റാന്ന് പറയാൻ പറ്റും കേട്ടോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.